നമസ്കാരം. വളരെയേറെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. ചിലപ്പോൾ വളരെ നിസാരമാണല്ലോ ഈ വിഷയം എന്ന് തോന്നിയേക്കാം. ഇത് വളരെയേറെ ബാധിക്കുന്നത് പിഞ്ച് കുഞ്ഞുങ്ങളെയും വയസ്സായ ആൾക്കാരെയുമാണ്. വളരെയേറെ ബാധിക്കുന്നത് എല്ലാവർക്കും ബാധകമാണ്. എന്നിരുന്നാലും പിഞ്ചു കുട്ടികൾക്ക് നിലവിളിക്കാൻ പോലും പറ്റാത്തത്ര, ഇല്ലെങ്കിൽ അവർക്കറിയില്ല, പുറത്തു പറയാനായിട്ട് അറിയുന്നില്ല. ശബ്ദം കൊണ്ടുള്ള മലിനീകരണം, സൗണ്ട് പൊല്യൂഷൻ. ഇന്ന് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നു. രാവിലെ തുടങ്ങുകയാണ് പാട്ട്. അത് ഭക്തിഗാനമായിക്കോട്ടെ, മന്ത്രങ്ങളായിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, അതിന് ന്യായീകരണമില്ല. നമ്മൾ അതിനെതിരെ കണ്ണടക്കുകയാണ്. ഇത് ഏവർക്കും അറിയാം. ഇതൊരുപക്ഷെ നമ്മൾ ചിന്തിക്കാതെ പോകുന്നു. ചിന്തിച്ചാലും ശരി, അതിനുള്ള ഒരു സൊല്യൂഷനിലേക്ക് നീങ്ങുന്നില്ല. തീർച്ചയായിട്ടും ഉത്സവം നടക്കുന്നുണ്ട് എന്ന് അറിയുവാനായിട്ട് നമുക്ക് ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ആകുമ്പോൾ ഏവരും ചിന്തിക്കുക. കാരണം ആ പരിസരത്ത് ഗർഭിണികളുണ്ട്, കൊച്ചു കുട്ടികളുണ്ട്. ഇതെല്ലാ ആരാധനാലയങ്ങൾക്കും ബാധകമാണ്. ഇത് ഒരു ഹിന്ദു സമൂഹം മാത്രമല്ല, കേരളത്തിലുള്ള പള്ളികളിലും ആരാധനാലയങ്ങൾ, റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ വക മീറ്റിങ്ങുകൾ, എല്ലാ സ്ഥലത്തും എവിടെയൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ടോ അവിടെ ശബ്ദ മലിനീകരണം എന്നാണ്. നമുക്ക് തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. ആ സൗണ്ടിൻ്റെ ലെവൽ, ശബ്ദത്തിൻ്റെ ലെവൽ അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് അത് കുറച്ച് വെക്കുവാൻ സാധിക്കും. അതിൻ്റെ പരിധി നല്ലവണ്ണം നോക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതിൻ്റെ റിപ്പർക്കർഷൻ എന്താണ്, എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുമ്പ് പറഞ്ഞതുപോലെ കൊച്ചു കുട്ടികൾ, 1 വയസ്സായി 2 വയസ്സായ കുട്ടികൾ ചെവിക്കല്ല് പൊട്ടുന്നേ എന്ന് പറയാൻ പോലും പറ്റില്ല. അവർക്ക് പറ്റില്ല, വിളിച്ച് കൂവാൻ പറ്റില്ല, അറിയില്ല പറയാനായിട്ട്. ശബ്ദം പോലും വന്നിട്ടില്ല, വാക്കുകൾ വന്നിട്ടില്ല. എന്തു ചെയ്യും എന്ന് ഏവരും ചിന്തിക്കുക. ഇതൊരു എക്സ്ട്രീം കണ്ടീഷനാണ്, ഏവരും ചിന്തിക്കുക. അതുപോലെ തന്നെ വയസ്സായ ആൾക്കാർ, ഹൃദ്രോഗികൾ, പുറത്തു പറയാൻ പറ്റില്ല. എത്ര പ്രാവശ്യം നമ്മൾ ചെന്ന് ഓരോരോ കമ്മിറ്റിയുടെ ആൾക്കാരുടെ അടുത്തും ചെന്ന് പറയേണ്ടി വരിക. അവർ ഇതുവഴി കേട്ട് ഇതുവഴി അങ്ങ് പുറത്തു വിടും. കാരണം എല്ലാവരുടെ പക്കൽ നിന്നും ധനം പിരിച്ചിട്ടുണ്ട്. ഇവിടെ ഉത്സവം നടക്കുന്നു എന്ന് നാട്ടുകാരെ അറിയിക്കണം, ബോക്സ് വെക്കണം. ശബ്ദം കൂടുന്തോറും സെലിബ്രേഷൻ കൂടുകയാണ് എന്നുള്ളൊരു തോന്നൽ ഇന്നത്തെ തലമുറയുടെ തലയ്ക്കുള്ളിൽ കയറ്റിയിട്ടുണ്ട്. എന്നിങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ ബോക്സാണ്, സൗണ്ട് ബോക്സ്, സൗണ്ട് സിസ്റ്റമാണ്. അതിന് എതിരല്ല. ഇത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. ഞാൻ അതിന് ഒരിക്കലും എതിരല്ല. പക്ഷെ ഏവരും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, കൊച്ചു കുട്ടികൾക്ക് പോലും അസഹനീയമായ രീതിയിലുള്ള ഒരു സൗണ്ട് സിസ്റ്റം. ഈ പ്രാർത്ഥന ദൈവം അംഗീകരിക്കുമോ? ഏവരും ചിന്തിക്കുക. ഒരാളെ നാം വേദനിപ്പിച്ചിട്ട്, അവരുടെ മനസ്സിനെ ദുഷിപ്പിച്ചിട്ട്, കൽമഷമാക്കി, അവർക്ക് വേദന നൽകിക്കൊണ്ട് ഒരാൾ മന്ത്രം ജപിക്കുകയാണെങ്കിൽ അത് ഫലിക്കുമോ എന്ന് മാത്രം ഏവരും ചിന്തിക്കുക. അപ്പോൾ ഇതൊരു ദുഷ്കർമ്മമല്ലേ എന്നുള്ള ചിന്തയുമുണ്ട്. കർമ്മം കർമ്മഫലമാണ് ഏവരും വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ, കർമ്മഫലം അത് അവശ്യം അനുഭവോക്തവ്യം. കൃതം കർമ്മ ശുഭാശുഭം നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോട്ടി ശതൈരപി. നാം എല്ലാവരും ഈ കർമ്മം എന്ന വാക്ക് കേൾക്കുമ്പോൾ പൂർവ്വജന്മത്തിലേക്കാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം എവിടെ പോകുന്നു എന്ന് ചിന്തിക്കുന്നില്ല. കർമ്മം ഒന്നുകൊണ്ട് മാത്രമാണ് കർമ്മഫലം ഉണ്ടാകുന്നത്. കർമ്മം എന്ന വാക്കിനെ മാറ്റി നമുക്കൊരു പ്രവൃത്തി അല്ലെങ്കിൽ ആക്ഷൻ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കൂടുതലായിട്ടും റിലേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഈ ഒരു വിഷയം ജനം ടി വിയിലൂടെ, ഇല്ലെങ്കിൽ ഈ ഒരു സുഭാഷിതത്തിലൂടെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ, ഇല്ലെങ്കിൽ അത്രയ്ക്കതൊരു ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഇത് ആരെങ്കിലുമൊക്കെ കേൾക്കുമല്ലോ, എവിടെയെങ്കിലുമൊക്കെ ശബ്ദം കുറച്ച് വെക്കുമല്ലോ, കൊച്ചു കുട്ടികൾ ഉറങ്ങുമല്ലോ, പരീക്ഷയാണ്, പഠിക്കേണ്ടവർ പഠിക്കുമല്ലോ, വയസ്സായവർക്കൊന്ന് ഉറങ്ങാൻ പറ്റുമല്ലോ എന്നുള്ള സച്ചിന്തയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതുകൊണ്ട് ദയവായി ഏവരും ഒന്ന് ചിന്തിക്കുക. വളരെയേറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലോ ഒരു കൊച്ചമ്പലത്തിലോ മാത്രമല്ല ഇത് ഒതുങ്ങി നിൽക്കുന്നത്. കേരളം ഒട്ടാകെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളും പള്ളികളും മറ്റ് ആരാധനാലയങ്ങളും സ്കൂളുകളും പാർട്ടി ഓഫീസുകളും പലതരത്തിലുള്ള മീറ്റിങ്ങുകളും അസോസിയേഷൻ വക ഫെസ്റ്റിവലും എല്ലാം തന്നെ ഈ സൗണ്ട് പൊല്യൂഷന് കാരണമാകുന്നുണ്ട്.
നമുക്ക് ഒത്തൊരുമിച്ച് ഒന്ന് ശ്രമിച്ചാൽ ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ സാധിക്കും എന്നുള്ളൊരു മെസ്സേജാണ് ഇതുവഴി നൽകുവാൻ ശ്രമിക്കുന്നത്. അതായത് ഇതിൻ്റെ കാഠിന്യം എന്ന് ഉദ്ദേശിച്ചത് ഇതിൻ്റെ സമയം നിശ്ചയിക്കുക, രാത്രി കുറച്ച് നേരത്തെയെങ്കിലും നമുക്ക് ആക്കാൻ പറ്റും, സൗണ്ട് കുറച്ച് വയ്ക്കാം എന്നിങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ജനങ്ങളെ സേവിക്കുവാൻ സാധിക്കും. ഇന്ന് ആൾക്കാർ വിലയിരുത്തുന്നത് സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഇന്ന് ആരെയും പറ്റിക്കുവാൻ സാധിക്കില്ല. നമുക്കറിയാൻ പറ്റും ഏവരും എന്തിനെയാണ് ഉറ്റുനോക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു ക്ഷേത്രത്തിൽ സൗണ്ട് ബോക്സ് വളരെയധികം ഉച്ചത്തിൽ വെക്കുകയാണെങ്കിൽ ഒരിക്കലും ഭക്തി ഉണ്ടാവില്ല, ഭക്തിയിലേക്ക് ചിന്തിക്കില്ല. വരും തലമുറയെ നാം ഒതുക്കി വെക്കുകയാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇത്ര ഉച്ചത്തിലുള്ള ഈ ബോക്സും അതിലൂടെ നാം മറ്റുള്ളവരെ ബോധപൂർവം അടിച്ചേൽപ്പിച്ച് ശ്രവിക്കാൻ വെക്കുന്ന പാട്ടുകൾ ബോധപൂർവം അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് നിങ്ങൾ കേട്ടേ പറ്റൂ എന്നുള്ള തരത്തിൽ ഏവരും ചിന്തിക്കുക. അതൊരു ദുഷ്കർമ്മമാണെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു അഭിപ്രായം ഇതിലൂടെ പങ്കുവയ്ക്കുന്നു. ഇത് നല്ല രീതിക്ക് എടുക്കുക. ഇത് ഏവരും ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു മാറ്റം വരും എന്ന് ആശിച്ചുകൊണ്ട് നമസ്കാരം.